നമസ്കാരം. പോട്ടയിലെ ഫെഡറൽ ബാങ്കിൽ നിന്നും 15 ലക്ഷം രൂപ കവർന്ന് കടന്നുകളഞ്ഞ മോഷ്ടാവിനെ കുറിച്ച് ഇതുവരെയും പോലീസിന് യാതൊരു തുമ്പുമില്ല. 4 സംഘമായി തിരിഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം പല ജില്ലകളിലായി തെരച്ചിൽ തുടരുമ്പോഴും സ്കൂട്ടറും കള്ളനും അജ്ഞാതമാണ്. ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ചെത്തി ബാങ്ക് ശാഖയിലെ 6 ജീവനക്കാരെ കത്തിമുനയിൽ ബന്ധിയാക്കി നിർത്തി പണവുമായി കടന്നുകളഞ്ഞ മോഷ്ടാവ് വമ്പൻ പ്ലാനിംഗ് ആണ് നടത്തിയത്. കേവലം ഒരു സ്കൂട്ടറിൽ വന്നൊരു വ്യക്തിയെ പോലും കണ്ടെത്താനാവാത്ത പോലീസിന്റെ നിലവിലെ സാഹചര്യത്തെ വളരെ വലിയ വിമർശനങ്ങളോടുകൂടിയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ എത്തി കവർച്ച നടത്തി മുങ്ങിയ പ്രതിയെ പിടികൂടാൻ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണെന്നാണ് ഇതിനോട് റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പ്രതികരിച്ചത്. ഹെൽമറ്റും മുഖംമൂടിയും ജാക്കറ്റും ധരിച്ചെത്തി ക്യാഷ് കൗണ്ടർ തകർത്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത് 3 മിനിറ്റ് കൊണ്ടാണ് മോഷ്ടാവ് സ്ഥലം വിട്ടത്. സിനിമാ സ്റ്റൈൽ മോഷ്ടാവ് സഞ്ചരിച്ച സ്കൂട്ടർ തൃശൂർ, എറണാകുളം ജില്ലകളിൽ പല ഭാഗത്ത് കണ്ടുവെന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നിനും സ്ഥിരീകരണമില്ല. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ 25 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. ബാങ്ക് ജീവനക്കാരെ കേന്ദ്രീകരിച്ചും CCTV ക്യാമറകൾ പരിശോധിച്ചും ഇടപാടുകാരെ നിരീക്ഷിച്ചുമൊക്കെയാണ് അന്വേഷണം. ബാങ്ക് കവർച്ച മാത്രമല്ല, രക്ഷപ്പെടാനുള്ള മാർഗവും മോഷ്ടാവ് വ്യക്തമായി ആസൂത്രണം ചെയ്തിരിക്കാമെന്നുള്ള സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കാനും സാധ്യതയുണ്ട്. ഈ വാഹനത്തെ ട്രെയിലറിൽ കൊണ്ടുപോകാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. ഈ രീതിയിൽ മോഷണം മുമ്പും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രതികളെ പിടികൂടാൻ കഴിയാത്തതെന്ന സംശയവും സജീവമാണ്. ഉച്ചയ്ക്ക് 2:18 കവർച്ച പൂർത്തിയാക്കി മോഷ്ടാവ് പുറത്തിറങ്ങിയെങ്കിലും ബാങ്കിൽ നിന്നും പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് വിവരമറിയിക്കുന്നത് 2:26 എല്ലാ ജീവനക്കാരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിട്ടും പോലീസിനെ വിളിക്കാൻ 8 മിനിറ്റ് വൈകിയത് എന്തെന്ന സംശയവും അന്വേഷണത്തിന്റെ പരിധിയിലായി. തൊട്ടടുത്ത സ്ഥാപനങ്ങളിലുള്ളവരെ പോലും വിവരമറിയിക്കാതിരുന്നതും അന്വേഷിക്കുന്നുണ്ട്. കൃത്യസമയത്ത് പോലീസിന് വിവരമറിയിച്ചിരുന്നെങ്കിൽ മോഷ്ടാവിനെ പാതകൾ അടച്ച് തെരച്ചിൽ നടത്തി പിടികൂടാൻ കഴിയുമായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. പോലീസിനെ വിളിക്കുന്നതിന് പകരം ജീവനക്കാർ ആദ്യം വിളിച്ചത് ബാങ്കിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ ജീവനക്കാരെയാണ്. ആ ജീവനക്കാരനെത്തി മുറി തുറന്നു കൊടുത്ത ശേഷമാണ് മറ്റുള്ളവർ പുറത്തിറങ്ങിയത്. സംഭവ ദിവസം രാത്രി 11 മണി വരെ ബാങ്ക് ജീവനക്കാരെ പുറത്തുപോകാൻ പോലീസ് അനുവദിച്ചിരുന്നില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്നും അവധിയിലായിരുന്ന ഒരാളിൽ നിന്നും പലവട്ടം മൊഴിയും എടുത്തിട്ടുണ്ട്. മുഴുവൻ ജീവനക്കാരുടെയും മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തു. സ്കൂട്ടർ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ ഇതുവരെയും ഫലമൊന്നും കണ്ടെത്തിയിട്ടില്ല. മോഷ്ടാവ് വന്ന ഇനത്തിൽപ്പെട്ട സ്കൂട്ടർ തൃശൂർ ജില്ലയിൽ മാത്രം 10,000 ഉണ്ട്. സ്കൂട്ടർ ഉടമകളുടെ പേരും മറ്റു വിവരങ്ങളും പരിശോധിക്കുകയാണ്. ആളെ തിരിച്ചറിയാൻ ആദ്യം വാഹനം കണ്ടെത്തേണ്ടതുണ്ട്. വാഹനം ഉറപ്പിച്ചാൽ പ്രതിയിലേക്ക് അതിവേഗം എത്താം. എന്നാൽ ഇതിന് പോലീസിന് കഴിയുന്നുമില്ല. കള്ളന്റെയും വാഹനത്തിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും യാതൊരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതും പോലീസിനെ കുഴയ്ക്കുകയാണ്. ബാങ്കിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ചാലക്കുടി ടൗൺ ഭാഗത്തേക്കാണ് മോഷ്ടാവ് പോയത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അങ്കമാലി, പെരുമ്പാവൂർ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. എന്നാൽ അവിടങ്ങളിലേക്ക് മോഷ്ടാവ് എത്തിയിട്ടില്ലെന്ന് രാത്രി വൈകിയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. ബാങ്കിന് 2 കിലോമീറ്റർ അകലെയുള്ള സുന്ദരിക്കവലയിൽ വെച്ചാണ് മോഷ്ടാവ് അപ്രത്യക്ഷനായത്. ഇവിടെ നിന്നും ചെറു റോഡുകൾ വഴി കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളുണ്ട്. തൃശൂരിൽ എത്തിയിരുന്നതായും സംശയമുണ്ട്. മോഷ്ടാവ് സംസ്ഥാനം കടന്നെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ബാങ്ക് ജീവനക്കാരെ കേന്ദ്രീകരിച്ചും CCTV ക്യാമറകൾ പരിശോധിച്ചും ഇടപാടുകാരെ നിരീക്ഷിച്ചുമൊക്കെയാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്.